സാറ് ഇപ്പോൾ കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലുള്ളവരെല്ലാം വിദേശത്ത് ജോലിക്ക് പോവുകയാണ്. പക്ഷെ തീവ്രവാദികളെല്ലാം കേരളത്തിലേക്ക് എത്തി പണിയെടുത്ത് ജീവിക്കുകയാണ്. പക്ഷെ ഇത് എത്രത്തോളം സുരക്ഷിതമാണ്? ഇത്തരം തീവ്രവാദികൾ എവിടെ എത്തി പണിയെടുത്ത് ജീവിക്കുന്നത് കേരളത്തിലെ പോലീസ് അറിയുന്നില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നിന്നാണ് ഇത്തരത്തിലൊരു തീവ്രവാദിയെ പിടികൂടിയിരിക്കുന്നത്. അത് ആസാമിൽ നിന്നെത്തിയ പ്രത്യേക പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നമ്മൾ ആ പോപ്പുലർ ഫണ്ടിന്റെ നിരോധന സമയത്തും കണ്ടിരുന്നു. നമ്മുടെ കേരള പോലീസ് ഒന്നും ചെയ്യുന്നില്ല. ദേശീയ തലത്തിൽ നിന്നും പോലീസ് എത്തുന്നു, അതോടൊപ്പം തന്നെ NIA എത്തുന്നു, പ്രതികളെ പിടികൂടുന്നു. അത് നാം തുടർച്ചയായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്തായാലും കേരള പോലീസിന്റെ വലിയ വീഴ്ചയാണോ? തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ചില കാര്യമുണ്ട്. ഇപ്പോൾ ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞു. ലോകത്തെല്ലാവരും എല്ലായിടത്തൊക്കെ പോയി ജോലി ചെയ്യുന്നൊരു കാലമാണ്. സിറ്റിസൺ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയും പോകാമെന്നുള്ള കാലത്തിലാണ് നിൽക്കുന്നത്. സിറ്റിസൺ ഇല്ലെങ്കിലും ജോലിക്ക് പോകാൻ കഴിയും. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 90-കൾക്ക് ശേഷം 90-കൾ കഴിഞ്ഞ് 2000-ഒക്കെ ആകുമ്പോൾ വലിയ തൊഴിൽ സാധ്യത വന്നു ഇവിടെ, നിർമ്മാണ മേഖലയിലും അല്ലാതെയൊക്കെ. പക്ഷെ മലയാളികൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്നു, ജോലിക്ക് ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വലിയൊരു ലേബർ പ്രശ്നം വന്നു ഇവിടെ, ഒരു ഷോർട്ടേജ് വന്നു. അപ്പം ആ ഷോർട്ടേജ് കണക്കാക്കി ബീഹാർ, ആദ്യം തമിഴ്നാട്ടുകാരായിരുന്നു, ആദ്യം നമ്മൾ കളിയാക്കിയൊക്കെ പറയുമായിരുന്നു. ഏത് ഹോട്ടലെടുത്താലും ഇവിടെ തമിഴ്നാട്ടുകാർ വന്ന് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ തമിഴ്നാട് വലിയ സാമ്പത്തികമായിട്ട് ഒരുപാട് മെച്ചമൊക്കെ ആയി, ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പം ചില ഹോട്ടലുകൾ നടത്തുന്നു, തട്ടുകടയൊക്കെ. അല്ല, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ ലേബർ വർക്കിനില്ല കേരളത്തിൽ. ആ ഗ്യാപ്പിൽ വരുന്നത് ബംഗാളികളും അതും നോർത്ത് വടക്കൻ ഇന്ത്യയിലെ കുറച്ച് ആളുകളാണ്. അവർ വന്നോട്ടെ. പക്ഷെ അതിൻ്റെ കൂടെ കുറേ ബംഗ്ലാദേശികളും മറ്റ് സംസ്ഥാനക്കാരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതിൽ പല ആളുകളും തീവ്രവാദ വിഭാഗവുമായി ബന്ധമുള്ളവരുണ്ട്. സ്ലീപ്പിംഗ് സെല്ലുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊടുപുഴ ജോസഫ് സാറിനെ കൈവെട്ടിയ ആൾ, അദ്ദേഹം താമസിച്ചത് ഒരു മരപ്പണിക്കാരനായിട്ടാണ്. എത്രയോ കാലം കണ്ണൂരിൽ പോയി താമസിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ പിടിച്ച ആൾ UAPA ചുമത്തി ആസാം പോലീസ് വന്നിട്ടാണ് പിടിക്കുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും, കേരളത്തിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായി ഇങ്ങനെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ജനസംഖ്യയുടെ ഒരു 10-20% ഇപ്പോൾ കേരള ജനസംഖ്യയുടെ ഒരു 10-20% വിദേശ തൊഴിൽ വന്നിട്ടുണ്ട്. വിദേശ മീൻസ് മറ്റ് സ്റ്റേറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ ജോലി ചെയ്യണ്ടെന്നോ അവർ പൈസ കൊണ്ടുപോകണ്ട അങ്ങനെയൊന്നും അഭിപ്രായമുള്ള ആളല്ല ഞാൻ. അവർ ജോലി ചെയ്തോട്ടെ, കാരണം നമ്മൾ പണിയെടുക്കുന്നില്ല, പിന്നെ പണി ചെയ്യാൻ ആളും വേണമല്ലോ. അപ്പം തീർച്ചയായിട്ടും പണിയെടുക്കട്ടെ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ 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 മോശമാണ്. കാരണം പല കേസും വഴക്കുമൊക്കെ വരുമ്പം പറയും അവർക്ക് എവിടെ നിന്ന് ആര് വന്നാലും അവർക്ക് കാർഡ് കൊടുക്കും, അവർക്ക് പ്രത്യേക ലൈസൻസ് വയ്ക്കും, അത് വെക്കുന്ന പറയുന്നല്ലാതെ ഇത് സീരിയസ് ആയിട്ട് ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ശരിക്കും തൊഴിൽ തേടി ജീവിക്കാൻ വരുന്ന പാവങ്ങളാണ് വരുന്നത്. അവർക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ശമ്പളം കിട്ടുന്നതാണ് വരുന്നത്. അവരുടെ ദുബായ് എന്നാണ് പറയുന്നത് അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ദുബായാണ്, ഗൾഫാണ് ശരിക്കും കേരളം. നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അവിടെ. 100 രൂപ കിട്ടുന്നത് ഇവിടെ 1000 രൂപ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. 24 hours ജോലി ചെയ്യാൻ അവർ ഹാപ്പിയാണ്. ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി മുഴുവൻ ജോലി ചെയ്യാൻ അവർ സന്നദ്ധതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ജോലിയും ചെയ്യിക്കുന്നുണ്ട് അവർക്ക്, അവരെ കൊണ്ട് ജോലിയും നമ്മൾ ചെയ്യിപ്പിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഇത്തരം ഈ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെടുന്നവർ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എല്ലാം എവിടെയായാലും, ഇപ്പോൾ തീവ്രവാദം എവിടെ ചെയ്താലും അത് തീവ്രവാദം തന്നെയാണല്ലോ. ബംഗ്ലാദേശി ആയാലും എവിടെയായാലും ആണല്ലോ. ഇത്തരം ആളുകളും കൂടി കേരളത്തിൽ കടന്നു വരുന്നത്. അത് നമ്മുടെ പോലീസിൻ്റെ ഒരു അശ്രദ്ധയുണ്ടോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇവരെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, ഇവിടെ വരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, അതുപോലെ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നുണ്ടോ, അത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരെ പോലീസ് പിടികൂടും. അപ്പോഴാണ് പോലീസ് പഴയ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു പിടിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിടിക്കുമ്പോഴായിരിക്കും അയാൾ 100 വിഷയം ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ പിടിക്കുന്നത്. തുടക്കത്തിലെ ഒരു സ്ക്രീനിങ് വരുന്നില്ല. എന്തെങ്കിലും നിരന്തര ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല പോലീസായിരുന്നു കേരളം. സ്കോട്ട്ലാൻഡ് പോലീസ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ മാതൃകയിലുള്ള പോലീസ് എന്നൊക്കെ പറഞ്ഞ വലിയ പേരെടുത്ത പോലീസായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ ക്യാമ്പസുകൾ നമ്മൾ കാണുന്നില്ലേ, അക്രമം നടന്നാലും പോലീസ് കൈ കെട്ടി നിൽക്കുന്നു. സമരങ്ങൾ നമ്മൾ കാണുന്നില്ലേ, ചില സമരങ്ങളിൽ പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്ന നമ്മൾ കാണുന്നു. എല്ലാത്തിലും ഇല്ല, എന്നാലും ചിലതിലെങ്കിലും നമ്മൾ നിഷ്ക്രിയരായി നിൽക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ കേസ് പിടിക്കുന്നതിൽ കഞ്ചാവ്, ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ അനാശാസ്യമായ ഒരുപാട് സാമൂഹ്യ വിരുദ്ധമായ തീവ്രവാദപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും തെളിയിക്കപ്പെടാതെ പോവുകയാണ്. മനസ്സിലായില്ല, അല്ലെങ്കിൽ കേസ് സീരിയസ് ആയി എടുക്കുന്നില്ല. ഇത് തന്നെ ഈ കേസ് എടുത്തത് ആസാം പോലീസ് വന്നിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ആസാം പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഇരുന്ന്
ഇത് കണക്ട് ചെയ്ത് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ആളെ കൂട്ടുമായിരുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ ടീം ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഈ തൊഴിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ആളെ കൂട്ടുന്നത്. ഈ ടീമിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കും. തൊഴിലില്ലാത്ത രാജ്യവും സംസ്ഥാനവും ഒക്കെ ആണല്ലോ നമ്മുടെ. അപ്പോൾ ആ ചെറുപ്പക്കാരെ ഇതിനകത്തേക്ക് ആകർഷിക്കുന്ന പരിപാടികളുണ്ട്. തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരിക്കൽ ഇതിനകത്ത് ചെന്ന് പെട്ടുപോയാൽ പിന്നെ ഇതിന് ഊരി പോകാനും പറ്റത്തില്ല. ചിലപ്പോൾ അവർ തട്ടിക്കളയും ഈ ടീം, അല്ലെങ്കിലോ പിന്നെ നല്ല കാശ് കൊടുക്കും, പല മോഹങ്ങൾ കൊടുക്കും. അങ്ങനെ ശരിക്കും തീവ്രവാദം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ പരിപാടികൾക്ക് വലിയ പങ്കുണ്ട്. അതിൽ ഗവൺമെൻറ്റിൻ്റെ പോലീസ് സംവിധാനം, ഞാൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സംവിധാനമുണ്ട്. പോലീസ് സംവിധാനം വളരെ വിജിലൻ്റായിട്ട് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് നമ്മുടെ ഈ സാധാ വിജിലൻസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ ഉണ്ടെന്നും ഇത് നിൽക്കുന്നില്ല. സീരിയസ് ആയിട്ട് ഗവൺമെൻറ് ആലോചിക്കേണ്ട വിഷയമാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്ന നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ആളുകളുടെ. അപ്പം ശരിയായിട്ടുള്ളവർ വന്നോട്ടെ, ജോലി ചെയ്തോട്ടെ. മറ്റത് പിടിച്ചില്ലെങ്കിൽ രാജ്യത്ത് വലിയ അപകടം ഉണ്ടാവും. നമ്മൾ എപ്പോഴാണ് വിചാരിക്കുന്നത്? അപ്പോൾ എത്രയോ ആക്രമണം നമ്മൾ ഡൽഹിയിൽ പാർലമെന്റ് ആക്രമണം കണ്ടു, ബോംബെയിൽ ആക്രമണം കണ്ടു. തീവ്രവാദികളുടെ ഒരു സേഫ് സോണായി കേരളം മാറി. ഇങ്ങനെ വരും. കാരണം ഇങ്ങനെ അപ്പോൾ 100 പേര് വരുമ്പോൾ അതിൽ 5 വരെ 6 വരെയല്ലേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. പിടിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെയല്ലേ സേഫായിട്ട് പോയി നിൽക്കുന്നത് ആളുകൾ. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, പോലീസ് പിടിക്കാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കത്തില്ലേ ആളുകൾ. പോലീസ് വരാത്ത സ്ഥലത്തല്ലേ ആളുകൾ കൂടുതൽ അക്രമം കാണിക്കുന്നത്. അല്ലെങ്കിൽ പട്ടാളം വരുന്നില്ല, പോലീസ് വരുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് സേഫ് സോണായിട്ട് തീവ്രവാദികളും കള്ളന്മാരും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, സമൂഹം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് ക്രൈംബ്രാഞ്ച് നമ്മുടെ പിന്നെ ലാൻഡ് ഓർഡറിൻ്റെ ഒരു വലിയ വിഷയമാണിത്. തീർച്ചയായിട്ടും നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായും കേന്ദ്ര ഏജൻസികളുമായും ചേർന്ന് നിന്ന് തന്നെ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇത് പലരും ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നു. സ്റ്റേറ്റ് മാത്രം വിചാരിച്ചാൽ ചിലപ്പോൾ പിടിക്കാൻ പറ്റണമെന്നില്ല, വിവരങ്ങളൊക്കെ കിട്ടുന്നതിന്. അപ്പോൾ നാഷണൽ ലെവലിലുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ആവശ്യമുണ്ട്, ഇൻ്റർനാഷണൽ വിവരങ്ങൾ ആവശ്യമുണ്ട്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അവിടുത്തെ വിവരങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടത് വളരെ ഗൗരവമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ പ്രത്യേക വിഭാഗം തന്നെ രൂപീകരിച്ച് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത് ഇവർ വന്ന് ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് വ്യക്തികളൊക്കെ വന്നിട്ട് എന്താണ് എവിടെയാണ് ചെയ്യുന്നത്, എന്ത് മെസ്സേജാണ് കൈമാറുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് നിരോധിക്കേണ്ടതാണ്, പിടിക്കേണ്ടതാണ്. ആ ഭാഗത്ത് കേരളം ഈ പറഞ്ഞതുപോലെ പലരെയും ഇവിടെ നിന്ന് പിടിക്കുന്നു. ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീവ്രവാദത്തിൽപ്പെടുന്ന ആളുകളെ പിടിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന്. കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നതാണ്. ഇത്തരം നിരന്തരം ഭീകരവാദികൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഭാവിയിലെങ്കിലും നമ്മുടെ സമാധാനത്തിന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ഇന്ത്യയിൽ പൊതുവേ ഒരു കൾച്ചർ ഉള്ളത്, ഏത് രാജ്യത്ത് നിന്ന് ആര് വന്നാലും നമ്മൾ സ്വീകരിക്കുന്ന ഒരു കൾച്ചറുണ്ട്. നമ്മളാരും അങ്ങനെ മോശമായിട്ട് മാറിപ്പോകാൻ പറയുന്ന കൾച്ചറല്ലേ. അപ്പം നമ്മൾ കേരളത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പം അപ്പുറത്തെ വീട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ പുതിയൊരു താമസക്കാർ വരുമ്പോൾ നമ്മൾ അവരാരെന്ന് അന്വേഷിക്കാതെയാണ് അവരുമായിട്ട് സഹകരിക്കുന്നത്, കാണുമ്പിച്ചിരിക്കുന്നു, സഹകരണം വരുന്നത്. ആരെന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല. അപ്പം അത്ര ഒരു വിശാലമായൊരു സമൂഹമാണ് കേരളവും ഇന്ത്യയും. ഭാരതവും അങ്ങനെയാണ്, കേരളവും അങ്ങനെയാണ്. അത് ചൂഷണം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ കേരളം ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണായിട്ട് മാറി, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് മാറിയോ ഇല്ല എന്നുള്ളതല്ല, അത് കണ്ടുകൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്ന് ഈ സൗകര്യങ്ങളിൽ താമസിച്ച് മറ്റു വേഷമൊക്കെ മാറി. കാരണം അന്ന് ഡൽഹിയിലുള്ള ആളാണ് ഇവിടെ കേരളത്തിൽ വന്ന ട്രെയിൻ കത്തിക്കുന്ന ശ്രമം ഉണ്ടായത് ട്രെയിനിൽ ബഹളം ഉണ്ടാക്കിയ ആളാണ്. അത് ഞാൻ പറഞ്ഞത്, അത് ഇവർക്ക് ഈ സ്ഥലവും കാലവും ബോധവും എന്നുള്ള വർഗമല്ലല്ലോ. കാരണം അല്ല, പക്ഷേ ഇത് തീവ്രവാദികൾ മുഴുവനായിട്ട് എന്തുകൊണ്ട് കേരളത്തെ അത് പല സ്ഥലങ്ങളിലും ചിന്തിക്കണ്ടേ? അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നു. അപ്പോൾ അവർക്ക് തോന്നുക ഇവിടെ ഭരിച്ചാൽ ഇവിടെ കർശനമായ നിയമമാണോ, അപ്പോൾ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് അവരിങ്ങനെ അന്വേഷിച്ചിട്ട്. പിന്നെ തൊഴിലും കൂടെ വേണമല്ലോ. തൊഴിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് തൊഴിൽ കിട്ടാൻ പ്രയാസമായിരിക്കും. അവിടെ ഉള്ളവർക്ക് തൊഴിലുള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ അവിടെ ഇല്ലല്ലോ. അപ്പോൾ തൊഴിലും വേണം, വരുമാനവും വേണം, എന്നാൽ സേഫ് ആയിരിക്കുകയും വേണം. അതിന് പറ്റിയ സ്ഥലം കേരളം തന്നെയാണ്. ഇവിടെ തൊഴിലും ഉണ്ട്, അതനുസരിച്ച് നല്ല വരുമാനവും ഉണ്ട്, എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സേഫായിട്ടുള്ള സോണുമാണ്. അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട വിഷയമാണ്, ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇത് ഏതെങ്കിലും ഒരു വാർത്ത വരുമ്പോഴോ ഒന്നുള്ള നോക്കേണ്ടതല്ല, അല്ലാതെ ഗൗരവമായിട്ട് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ധാരാളം ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഇത്തരക്കാർക്ക് പ്രാദേശികമായ പിന്തുണ ലഭിക്കുന്നതായി കുറേ പ്രാദേശിക പിന്തുണ ലഭിക്കുന്നുണ്ടാവും, അല്ലേ പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രാദേശിക പിന്തുണ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തൊക്കെ ഇതിനകത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട സമയമായിരുന്നു. ലൈസൻസ് കാര്യങ്ങൾ, അവരുടെ അന്വേഷണം, വാർഡ് മെമ്പർക്കൊക്കെ അറിയാൻ പറ്റും. ഏത് വാർഡ് മെമ്പർക്ക് അറിയാത്ത ആ വാർഡിൽ ഏതെങ്കിലും ഒരു പുതിയ വീട്ടിലോ പുതിയൊരു ജോലിക്കാരനോ ഒക്കെ വന്ന് ആർക്കറിയാൻ പറ്റാത്ത, തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അത് വലിയ പ്രയാസമുള്ള കാര്യമേ അല്ല നമ്മുടെ സംവിധാനത്തിൽ. അപ്പോൾ അത് പക്ഷേ കർശനമാക്കി നോക്കണം, കർശനമായി നോക്കി മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തിട്ട് അങ്ങനെയുള്ള ആളുകളെ കയറ്റിവിടണം, അല്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടണം.
നമുക്ക് പൊതുസമൂഹത്തിൽ അത് പാടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഒന്നും, ഒരു നിരീക്ഷണ സിസ്റ്റം ഒന്നും നമുക്കിവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സേഫ് സോണായിട്ട് വരുന്നത്. നമുക്ക് സിസ്റ്റം ഇല്ലാതെ വരുമ്പോഴാണല്ലോ സേഫായിട്ട് തോന്നുന്നത്. തീർച്ചയായും അത് പരിഗണിക്കേണ്ടതും നമ്മൾ പരിശോധിക്കേണ്ടതുമായൊരു വിഷയമാണ്. ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ എന്തുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ സമുദായങ്ങളും എല്ലാവരുമായിട്ടൊക്കെ സഹവർത്തിത്തിൽ കഴിയുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് ഈ പല രൂപത്തിൽ സംഭവിക്കുന്നു. ഇപ്പോൾ പല കേസായി. ഡൽഹിയിലുള്ള ആളിനെ പിടിച്ചു, മറ്റ് സ്റ്റേറ്റുകളിലുള്ള പലരെയും പിടിക്കുന്നു, ബംഗ്ലാദേശിയെ പിടിക്കുന്നു, ഒരുപാട് പേരെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട്. കാരണം വിഷയമാണ്. വർഷങ്ങളായി തന്നെ പൊതുപ്രവർത്തകർ പറയുന്നൊരു കാര്യമാണ് ഈ ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികൾ കേരളത്തിൽ പലയിടങ്ങളിൽ തമ്പടിച്ചിട്ടുള്ളതായി പല പൊതുപ്രവർത്തകരും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഗൗരവകരമായി ഈ ഗവൺമെന്റ് ഒരു നടപടി എടുക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. അതെന്തായിരിക്കും കാരണം? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് അതിനകത്ത് പല പല കാരണങ്ങളുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അതിനകത്തൊരു സീരിയസ് ആയിട്ടൊരു നടപടിക്ക് പോകുന്നത്? പലരും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ബംഗാളികൾ എന്ന ബംഗ്ലാദേശ് ബംഗാളൊക്കെ ബോർഡറാണല്ലോ. അപ്പൊ ബംഗാളിലുള്ള ആളുകൾ വരുമ്പോൾ നമ്മളെ സിറ്റിസനാണ്, ഇന്ത്യൻ സിറ്റിസനാണ്. അതിന്റെ കൂടെ ആരും അവിടെ നുഴഞ്ഞുകയറ്റമുണ്ട്. ബംഗാളിൽ നന്നായി നുഴഞ്ഞുകയറ്റമുണ്ട് ബംഗ്ലാദേശികളുടെയൊക്കെ ബോർഡർ പ്രദേശത്ത്. അതിലുള്ള കുറച്ച് ആളുകളാണ് ഈ വരുന്നത്. അപ്പോൾ അവർ പാസ്പോർട്ട് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺഷിപ്പ് ബംഗ്ലാദേശ് ആയിരിക്കും, ബംഗാളല്ല ബംഗ്ലാദേശ് ആയിരിക്കും. നുഴഞ്ഞു കയറുന്നതാണത്. അപ്പോൾ നിയമപരമായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വന്നവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് മനസ്സിലാവാത്തത് ഈ ആധാറൊക്കെ ഉള്ള കാലഘട്ടത്തിൽ, ആധാറൊക്കെ ഉണ്ടല്ലോ ഇപ്പം, മിക്കവാറും എല്ലാവർക്കും ആധാറുണ്ട്, ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അല്ല, ഇദ്ദേഹം അതാണ് മറ്റൊരു കാര്യം. ഈ പ്രതി ഇന്നലെ കാഞ്ഞങ്ങാട് നിന്നും പിടികൂടിയ പ്രതിക്ക് ആധാറും അതോടൊപ്പം തന്നെ മറ്റ് രേഖകളെല്ലാം വ്യാജമാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ബാങ്കിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു. അതാണ് വ്യാജ ആധാർ ശേഖരിക്കുന്നു, ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു പോലീസിന്റെ വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു വലിയ വിഷ്വൽ സർക്കിളാണ്. സഹായിച്ചു കൊടുക്കാനൊക്കെ ആളുണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് സർവ്വതലവും പരിശോധിക്കേണ്ടതാണ്. ആധാർ കൊടുത്തവർ ബാങ്ക് അക്കൗണ്ട് ചെല്ലുമ്പോൾ അവർ യാതൊരു പരിചയമില്ലാതെ ഒക്കെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരാൾ ആദ്യത്തെ ഒരാൾ എടുക്കും, മറ്റൊരാളിനെ അയാളെ പറഞ്ഞെടുക്കും. അങ്ങനെയാണല്ലോ ബാങ്ക് അക്കൗണ്ടൊക്കെ. ഇപ്പോൾ ബാങ്കുകാരൻ മത്സരത്തിലാണ്. ബാങ്കിലും പഴയതുപോലത്തെ ഡെപ്പോസിറ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ബാങ്കുകാർ തമ്മിലും വലിയ മത്സരമാണ്. ആര് വന്നാലും ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരാൾ നോമിനേറ്റ് ചെയ്ത മെമ്പർഷിപ്പ് കൊടുക്കുന്ന കാലഘട്ടത്തിലേക്കാണ് അവരും നിൽക്കുന്നത്. തീർച്ചയായിട്ടും തീവ്രവാദികൾ ഇങ്ങനെ ധാരാളമായി അതിൻ്റെ ഒരു ഹബ്ബായിട്ട് പലപ്പോഴും ആവുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതാക്കാനുള്ള ആളുകൾ നോക്കും. ഏറ്റവും സേഫ് സോൺ ഏതാണെന്ന് നോക്കും. അപ്പോൾ ഇന്ത്യയിൽ ഒരു സേഫ് സോൺ ഉണ്ടെങ്കിൽ അത് കേരളമാണോ? തൊഴിലും വരുമാനവും പിന്നെ ഈ പറഞ്ഞാൽ അവിടെ കുറച്ച് ലിബറലായിട്ട് അന്വേഷിക്കാൻ ആ ഒരു സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ തോന്നുന്ന ഒരു മെസ്സേജ് ഈ ടീമുകളുടെ ഇടയിൽ പോകും. അതുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് ഇവിടത്തേക്ക് പലരും വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.